നമ്മുടെ സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഏറ്റവും വലിയ അക്കിടി പറ്റിയ ഒന്നായി പോയി ഈ വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികം ആഘോഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്. ചർച്ചകൾ കഴിഞ്ഞപ്പോൾ തോന്നിയിട്ടുണ്ടാവും, ഇത് വേണ്ടായിരുന്നു എന്ന്. കാരണം അത്ര മനോഹരമായിട്ടാണ് പാർലമെന്റിൽ ആ ചർച്ചയെ പ്രതിപക്ഷ നിര കൈകാര്യം ചെയ്തത്. അക്കൂട്ടത്തിൽ ഏറ്റവും മനോഹരമായി കൈകാര്യം ചെയ്തത് മഹുവ മൊയ്ത്ര എന്ന തൃണമൂൽ കോൺഗ്രസ് MP ആയിരുന്നു. വളരെ ഫ്ലുവൻ്റായ ലാംഗ്വേജ്, ഭംഗിയുള്ള അവതരണം എന്ന് മാത്രമല്ല നിറയെ കണ്ടന്റുകളുമുണ്ട്. ചരിത്രവും അതുപോലെ തന്നെ അതിന്റെ പശ്ചാത്തലവുമൊക്കെ വളരെ മനോഹരമായി അവർ പറയുന്നുമുണ്ട്. ഈ സംഘപരിവാർ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമല്ല. കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു കള്ളക്കഥ കേരളത്തിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കാൻ പോലും ധൈര്യമുള്ളവരാണവർ. അങ്ങനെ നടക്കുന്നില്ല എന്ന് ആരൊക്കെ അലറി വിളിച്ചാലും അവരുടെ ആത്മാവിനൊരു ശാന്തി കിട്ടണമെങ്കിൽ ഈ പറയുന്നത് പോലെ ഇതിനെ ഒന്ന് അവരുദ്ദേശിക്കുന്ന തരത്തിൽ എത്ര പച്ചക്കള്ളമായാലും അത് ചെയ്യേണ്ടത് അവരുടെ ഒരു ലക്ഷ്യമാണ്. ആ വിഷയത്തിൽ മഹുവ മൊയ്ത്ര നടത്തിയ പ്രസംഗം ഉജ്ജ്വലമായിരുന്നു. അവരതിന്റെ എല്ലാ വശങ്ങളും നന്നായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും പാർലമെന്റിൽ ഏതാണ്ട് 10-25 മിനിറ്റ് നീണ്ടു നിന്ന ആ ചർച്ച, അതിന്റെ ട്രാൻസ്ലേഷൻ ഞാൻ ഒന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. നിങ്ങൾ കേൾക്കണമെന്ന് മാത്രമല്ല, ഇനി വരുന്ന തലമുറയിലെ കുട്ടികൾക്ക് കൂടി ഇത് കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇങ്ങനെയൊക്കെയുള്ള അവസരം വരുമ്പോഴാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ശരിക്കും ചർച്ച ചെയ്യുന്നതും ഇത്തരം മനോഹരമായ ചർച്ചകൾ കേൾക്കുന്നതും. പാർലമെന്റിൽ ഇതൊക്കെ കേൾക്കുന്നത് വളരെ അപൂർവമായിട്ടാണ്. കേൾക്കാം നിങ്ങൾ. ബൽദേവ് സിംഗ് ഒലാഖ് എന്നോ മറ്റോ പറയുന്ന ഒരാൾ 2017 ഒരു TV വാർത്തയിൽ ഈ പറയുന്ന വന്ദേമാതരം ചെല്ലാനാകാതെ പ്രയാസപ്പെടുന്നത്. 2019 ഇലക്ഷന് തൊട്ടു മുമ്പ് BJP നേതാക്കൾ മുസ്ലിങ്ങൾക്കാർക്കും വന്ദേമാതരം ചെല്ലാൻ അറിയില്ല എന്നൊരു പ്രസ്താവന ഇറക്കി. സത്യത്തിൽ BJP നേതാക്കൾക്കാണ് അത് അറിയാത്തത്. കെട്ടിടങ്ങൾക്ക് മുകളിലിരുന്ന് ചന്ദ്രനെ നോക്കി പ്രാർത്ഥിക്കാനും ആചരിക്കാനും ആവേശപൂർവ്വം അവസരം നൽകുമ്പോൾ അതേ ചന്ദ്രനെ നോക്കി ഈദ് പ്രാർത്ഥന നിർവഹിക്കാൻ സ്വന്തം വീടിന്റെ മുകളിൽ പോലും അനുവാദമില്ലാത്തവണ്ണം മുസ്ലിം സമൂഹത്തെ ആക്രമിക്കുന്നു എന്നതാണ് ഇന്ന് ഈ വന്ദേമാതരം ചർച്ച ചെയ്യുന്ന കാലത്ത് പ്രസക്തം. അതായത് രാജ്യത്തെ വിഭജനത്തിനെതിരെ ചൊല്ലിയ ഗാനം രാജ്യത്തെ വിഭജിക്കുന്ന വേളയിൽ ദേശീയത എന്ന പേരിൽ എടുത്തുപയോഗിക്കുന്നു. നിങ്ങൾ ഈ ദേശീയ ഗാനത്തെയും രാജ്യത്തെ മുറിക്കാനുള്ള ഒരു ബ്ലെയിം സോങ്ങായി, ഒരു കാരണമായ ഗാനമാക്കി മാറ്റുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ബഹുമാനിയായ ചെയർപേഴ്സണ് നന്ദി. നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത് എന്തിനാണെന്നറിയാം. ഗവൺമെൻറ് നമ്മുടെ വന്ദേമാതരത്തിൻ്റെ നിർമ്മിതിയുടെ 150-ാം വർഷം ആഘോഷിക്കാൻ, ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. രാജ്നാഥ്ജി പ്രധാനമന്ത്രി, നിങ്ങൾ വളരെ മനോഹരമായി സംസാരിച്ചു, ഞങ്ങൾ നിങ്ങളെ കേട്ടിരുന്നു. പക്ഷേ ഈ വാക്കുകൾക്കുള്ളിൽ ഒരു ഹൃദയമുണ്ടായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് ഓർത്തുപോയി. നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്ന ഈ നിമിഷം വളരെ വൈരുദ്ധ്യാത്മകമായ ഒരു നിമിഷത്തിലാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇന്ത്യയിലെ തൊഴിൽ രാഹിത്യം 20% എന്നതാണ് ഒരു സത്യം. തൊഴിൽ രഹിതരുടെ എണ്ണം. നമ്മുടെ ദേശീയ തലസ്ഥാനം, രാജ്യ തലസ്ഥാനം ഏതാണ്ട് 800-ന് മേൽ AQIയുമായി വായുമലിനീകരണത്തിൽ വീർപ്പുമുട്ടുകയാണ്. കേന്ദ്ര സർക്കാർ വളരെ ആസൂത്രിതമായി BJP അല്ലാത്ത സംസ്ഥാനങ്ങളിൽ മൻരേഗ ഫണ്ടുകൾ വെട്ടിക്കുറച്ചും വീടുകൾക്കുള്ള ഫണ്ടുകൾ കുറച്ചും അതുപോലെ തന്നെ ജല ആവശ്യങ്ങൾക്കായി നൽകുന്ന തുകയിലുമൊക്കെ കടുത്ത കുറവ് വരുത്തി എല്ലാ അർത്ഥത്തിലും ഞെരുക്കുകയാണ്. ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഏകപക്ഷീയമായ ഒഴിവാക്കലുകൾ കൊണ്ട് തങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടുന്ന ഭീതിയിൽ കഴിയുന്നത്. ഓരോ സെഷനുകളിലും പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തെ അടിച്ചമർത്തുകയും നിരാകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഏറ്റവും ഗൗരവമായ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് നമ്മൾ ഈ ദേശീയ ഗാനത്തിന്റെ 150-ാം വാർഷികം ആഘോഷിക്കുന്നതെന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ വളരെ പെട്ടെന്ന് എന്തായിരിക്കും സർക്കാരിന് ഇങ്ങനെ ഒരു ചരിത്രപരമായ ഗാനത്തെക്കുറിച്ച് ഒരു ചർച്ച വേണ്ടി വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇനി അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് ഈ വെറുപ്പും വിദ്വേഷവും എല്ലാം കൂടി നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ഈ ഗാനത്തിലേക്ക് ഒരു മടങ്ങിപ്പോകലിന്റെ ചർച്ച, അതും വളരെ ശ്രദ്ധേയമാണ്. ഏതാണ്ട് 2 ആഴ്ച മുമ്പ്
അതായത് 2025 നവംബർ 24 രാജ്യസഭയിൽ പാർലമെന്ററി ബുള്ളറ്റിനിൽ പാർലമെന്ററി നടപടിക്രമങ്ങളെക്കുറിച്ച് നടത്തിയ ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. അതായത് പാർലമെന്റിന്റെ ഗൗരവവും അതിന്റെ ഡെക്കോറവും സൂക്ഷിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച്. എന്നാൽ അതിനുള്ളിൽ ആ ബുള്ളറ്റിനിൽ ഒരു ജയ് ഹിന്ദോ, ഒരു വന്ദേ മാതരമോ അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ശ്ലോകങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. എന്നുവെച്ചാൽ കഴിഞ്ഞ വാരത്തിൽ പോലും യാതൊരു പ്രാധാന്യവുമില്ലാത്ത ഒരു വന്ദേമാതരം വളരെ പെട്ടെന്ന് ഈ ഹൗസിൽ 10 മണിക്കൂർ ചർച്ച ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്ക് എന്തുകൊണ്ടെത്തി എന്നത് കൗതുകരമല്ലേ? ഞാൻ നിങ്ങളോട് പറയാം എന്താണതിൽ സംഭവിച്ചിട്ടുള്ളതെന്ന്. അത് വേറൊന്നുമല്ല, BJPയുടെ IT സെൽ നിങ്ങൾക്ക് ഒരു പാതി വെന്ത നിർദ്ദേശം തന്നു കാണും. വന്ദേമാതരം കാർഡ് വളരെ കൃത്യമായി ഉപയോഗിച്ചാൽ 2026 ബംഗാൾ ഇലക്ഷന് പ്രയോജനം കിട്ടുമെന്ന്. അല്ലാതെ മറ്റൊരു കാരണവും ഇപ്പോൾ ഇത് ചർച്ച ചെയ്യാൻ കാണുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. പക്ഷേ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഇത് വേറൊന്നും കൊണ്ടല്ല, ഈ ഗാനത്തിൻ്റെ ചരിത്രം പറയാനും ഇതിൻ്റെ ഒരു കാലത്തെ വിശദീകരിക്കാനും ഈ വന്ദേമാതരം എന്ന ദേശീയ ഗാനം ബംഗാളിൻ്റെ ആത്മാവിലേക്ക് എത്രമേൽ ലയിച്ചു ചേർന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുത്താനും അതോടൊപ്പം നിങ്ങൾ ബംഗാളിൻ്റെ ആത്മാവിൽ നിന്ന് എത്ര അകലെയാണ് എന്ന് കാണിക്കാനുമൊക്കെ ഈ ചർച്ച ഉപകരിക്കുമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ സന്തുഷ്ടരാണ്. നിങ്ങളുടെ വളരെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ചർച്ചയെങ്കിൽ പോലും ഇത് കൃത്യമായി ഒരു ചരിത്ര വിശദീകരണത്തിന് അവസരമുണ്ടാകും എന്നതാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഏതായാലും നമുക്ക് ചരിത്രം ആരംഭിക്കാം. ബങ്കിം ചന്ദ്ര ചടോപാധ്യായ വന്ദേമാതരത്തിൻ്റെ 2 സ്റ്റാൻസ എഴുതി പബ്ലിഷ് ചെയ്തത് ബംഗാദർശൻ എന്ന് പറയുന്ന ജേർണലിൽ 1875 നവംബർ 7 ആ സമയം നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പാട്രിയോട്ടിക് സൊസൈറ്റീസോ അതല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനങ്ങളോ ഒന്നും വളരെ പ്രചാരം നേടിയിരുന്നില്ല. കൽക്കട്ട ആസ്ഥാനമാക്കി പാട്രിയോട്ടിക് ബംഗാളികളായ ശിശിർ ഘോഷ്, ആനന്ദ് മോഹൻ ബോസ്, സുരേന്ദ്രനാഥ് ബാനർജി തുടങ്ങിയ ആളുകളുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ലീഗ് കൽക്കട്ട എന്ന് പറയുന്ന ഒരു സംഘടന അല്ലാതെ അവർ മാത്രമായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത്. RSSും BJPയും അന്നെങ്ങും ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. RSS ഉണ്ടായത് അതിന് 50 വർഷങ്ങൾക്ക് ശേഷം 1925 BJP ഉണ്ടായത് അതിന് 105 വർഷങ്ങൾക്ക് ശേഷം 1980 മറ്റൊരു സാങ്കത്യമുള്ള കാര്യം, സംഘപരിവാർ ഒരിക്കൽ പോലും വന്ദേമാതരം ചൊല്ലിയിരുന്നവരുമല്ല. ഞാനിപ്പോഴും വളരെ രസകരമായ ഒരു സംഭവം ഓർത്തുപോകുന്നു. 2017 BJPയുടെ വക്താവ് നവീൻ കുമാർ സിംഗ് വന്ദേമാതരം പാടാൻ ആവശ്യപ്പെട്ടപ്പോൾ സ്വന്തം മൊബൈലിലേക്ക് നോക്കിയിരുന്ന് ഒരു വരി പോലും വൃത്തിക്ക് ചെല്ലാൻ കഴിയാത്ത പരിഹാസ്യമായ ആ കാഴ്ച ഞാൻ ഓർക്കുന്നു. മറ്റൊന്ന്, ഉത്തർപ്രദേശിലെ മറ്റൊരു ക്യാബിനറ്റ് മിനിസ്റ്ററായ ബൽദേവ് സിംഗ് ഒലാഖ് എന്നോ മറ്റോ പറയുന്ന ഒരാൾ 2017 ഒരു TV വാർത്തയിൽ ഈ പറയുന്ന വന്ദേമാതരം ചെല്ലാനാകാതെ പ്രയാസപ്പെടുന്നത്. 2019 ഇലക്ഷന് തൊട്ടു മുമ്പ് BJP നേതാക്കൾ മുസ്ലിങ്ങൾക്കാർക്കും വന്ദേമാതരം ചെല്ലാൻ അറിയില്ല എന്നൊരു പ്രസ്താവന ഇറക്കി. സത്യത്തിൽ BJP നേതാക്കൾക്കാണ് അത് അറിയാത്തത്. ഒടുവിൽ അന്നത്തെ മീറ്റിംഗ് വലിയ കുഴപ്പത്തിലും പ്രയാസത്തിലുമായി ഇസ് ദേശ് മേ അഗർ രഹ്ന ഹോഗ ടു വന്ദേ മാതരം കഹ്ന ഹോഗ എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രസ്താവനയൊക്കെ ഇറക്കി അങ്ങ് പിരിയുകയായിരുന്നു. സത്യസന്ധമായി പറഞ്ഞാൽ BJPക്ക് ഈ ഗാനത്തോടുള്ള ഒരു താല്പര്യം ഒരു വലിയ പരിഹാസ്യവും തമാശയുമാണ്. ഏതായാലും ബ്രിട്ടീഷ് സർക്കാർ ഈ മുദ്രാവാക്യം അഥവാ ഈ ദേശീയ ഗാനം ഉപയോഗിക്കുന്നതിൽ നിന്ന് തടയുകയും അത് ചൊല്ലുന്നവരെ വിലക്കുകയും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ ഇന്ത്യയുടെ ചെറുപ്പക്കാരനായ സ്വാതന്ത്ര്യ സമര സേനാനി, ബംഗാളിൻ്റെ ധീരപുത്രൻ ഖുദിറാം ബോസ് 1908 വന്ദേമാതരം ചുണ്ടിൽ മൂളി നടന്നിരുന്ന മനുഷ്യരിൽ ഒരാളായിരുന്നു. രാമപ്രസാദ് ബിസ്മിൽ ഗോരഖ്പൂർ ജയിലിലേക്ക് പോയപ്പോഴും അഷ്ഫഖുല്ല ഖാൻ ഫൈസാബാദ് ജയിലിലേക്ക് പോയപ്പോഴും 1927 അവർ നടന്നു നീങ്ങുമ്പോൾ അവരുടെ ചുണ്ടിൽ ഉരുവിട്ടിരുന്നത് വന്ദേമാതരമായിരുന്നു. പക്ഷേ ഈ വന്ദേമാതരം ഇന്നത്തെ രാജ്യസഭയിലെ ബുള്ളറ്റിനിൽ പോലും ഒരു ഗൗരവമായതോ അല്ലെങ്കിൽ സ്ഥാനോചിതമായതോ ഒന്നായി ഈ സർക്കാർ കാണുന്നില്ല എന്നത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഭരണപക്ഷ ബെഞ്ചിലിരിക്കുന്ന BJPയിലോ RSSലോ പെട്ട ആർക്കാണ്
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം അവകാശപ്പെടാൻ പറ്റുന്നത്. എന്നിട്ടും നിങ്ങൾ വന്ദേമാതരത്തിൻ്റെ സംരക്ഷകരായി അഭിനയിക്കുകയാണ്. ബംഗാളും ഇന്ത്യയും നിങ്ങളെ അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ച പാഠം പഠിപ്പിക്കും എന്നുള്ളത് തീർച്ചയാണ്. 1901-നും 1938-നും ഇടയിൽ ആകെ ജയിൽ തടവുകാരായി അൻഡമാൻ സെല്ലുലാർ ജയിലിലുണ്ടായിരുന്ന 585 പേരിൽ 68% പേരും, അതായത് 398 പേരും ബംഗാളികളായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന 95 ധീര യോദ്ധാക്കൾ വന്നത് പഞ്ചാബിൽ നിന്നാണ്. പക്ഷേ എന്നിട്ടും എന്തേ നിങ്ങൾ ആ സെല്ലുലാർ ജയിലിന് ബാരൻ ഘോഷിൻ്റെയോ ഉല്ലാസ് ഘോഷിൻ്റെയോ ഇന്ദുഭൂഷൺ റോയിയുടെയോ പേരിൽ അതിനെ നാമകരണം ചെയ്യാഞ്ഞത്? നിങ്ങൾ എന്താണ് ഈ വന്ദേമാതരത്തിൻ്റെ നാടായ ബംഗാളിന് വേണ്ടി നിങ്ങൾ ചെയ്തിട്ടുള്ളത്? നമുക്ക് ഈ ഗാനത്തിലേക്ക് തന്നെ വരാം. വന്ദേമാതരം എന്ന ഈ ഗാനം പോപ്പുലറാവുന്നത് 1882-ൽ ബങ്കിം ചന്ദ്ര രചിച്ച ആനന്ദ് മഠ് എന്ന നോവലിൽ അതിൻ്റെ ആദ്യത്തെ 4 സ്റ്റാൻസകൾ ഉൾപ്പെടുത്തുമ്പോഴാണ്. ആദ്യത്തെ 2 സ്റ്റാൻസകൾ ജന്മനാടിൻ്റെ മനോഹാരിതയും അതിൻ്റെ അനുഗ്രഹങ്ങളും വർണ്ണിക്കുകയാണ്. പക്ഷേ അത് ഉൾപ്പെടുത്തിയ നോവലിൻ്റെ കഥാതന്തു കൂടുതൽ പോരാട്ടവീര്യമുള്ളതായിരുന്നു. ആ നോവൽ പറഞ്ഞത് സന്യാസി വിപ്ലവത്തെക്കുറിച്ചാണ്. അതിൻ്റെ അഡീഷണൽ സ്റ്റാൻസയിൽ സപ്തകോടി, അതായത് 7 കോടി വിഭജിക്കാനാകാത്ത ബംഗാൾ, ബീഹാർ, ഒഡീസ, ആസാം എന്നിവയിലെ 1871 സെൻസസ് പ്രകാരമുള്ള 7 കോടി ജനങ്ങളെക്കുറിച്ചാണ് സപ്തകോടി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ കവിത ബംഗാളിൻ്റെ സ്വന്തമാണ്. അവിടുത്തെ ഭൂപ്രകൃതിയും അവിടുത്തെ ജനങ്ങളെക്കുറിച്ചുമാണ് അത് പറഞ്ഞതത്രയും. അതൊരു പാൻ ഇന്ത്യൻ ദേശീയ ഗാനമായിരുന്നില്ല അന്ന്. പക്ഷെ അതെങ്ങനെ പാൻ ഇന്ത്യനായി? എങ്ങനെയാണ് 1997-ൽ AR റഹ്മാൻ ആ പാട്ട് പാടിയത്? രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ദേശ് രാഗയിലുള്ള ആ മനോഹരമായ കൺസേർട്ട് 1885-ൽ തയ്യാറാക്കിയപ്പോൾ 886-ൽ അദ്ദേഹം ആനന്ദ് മഠ് കൂടി ഉൾപ്പെടുത്തി. 1937-ൽ ടാഗോർ എഴുതിയതായി നെഹ്റു പറഞ്ഞത്, "ദ പ്രിവിലേജ് ഓഫ് ഒറിജിനലി സെറ്റിംഗ് ഇറ്റ്സ് ഫസ്റ്റ് സ്റ്റാൻസ് അറ്റ് എ ട്യൂൺ വാസ് മൈൻ വെൻ ദ ഓദർ വാസ് സ്റ്റിൽ അലൈവ്." അതായത് അതിൻ്റെ ആദ്യത്തെ സ്റ്റാൻസകൾ സംഗീതം നൽകി ചിട്ടപ്പെടുത്തിയത് അത് എഴുതിയ ആൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ്. ടാഗോറാണ് 1896-ലെ കൽക്കട്ട കോൺഗ്രസിൽ റഹ്മത്തുള്ള സയാനി, ദാദാബായി നവറോജി, സുരേന്ദ്ര ബാനർജി എന്നിവരുടെ സാന്നിധ്യത്തിൽ ആദ്യമായി ഈ ഗാനം ആലപിക്കുന്നത്. 1905-ൽ സ്വദേശി പ്രസ്ഥാനം ലോർഡ് കർസന്റെ ബംഗാൾ വിഭജനത്തിന് ശേഷം ശക്തിപ്പെട്ടപ്പോൾ ഈ ഗാനം കൂടുതൽ പോപ്പുലറായി. എല്ലാ പകലുകളിലും പ്രഭാതത്തിലും യാത്രകളിലും എല്ലാം ദേശീയബോധം ഉണർത്തുന്നതിന് വേണ്ടി ഈ ഗാനം തെരുവുകളിൽ ആലപിക്കപ്പെട്ടു, ചുണ്ടുകളിൽ മന്ത്രിക്കപ്പെട്ടു, വീടുകളിൽ മനോഹരമായി കുടുംബാംഗങ്ങൾ ഏറ്റുചൊല്ലി. 1905-ലെ വിഭജനത്തിനെതിരായ രക്ഷാബന്ധൻ പരിപാടിയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ രാഖികൾ അണിഞ്ഞ് വന്ദേമാതരം ചൊല്ലിയാണ് മുന്നോട്ട് നീങ്ങിയത്. എന്നിട്ടും ഇന്ന് ഈ സർക്കാർ ഇതേ വന്ദേമാതരത്തെ ഉപയോഗിച്ച് ഈ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുകയാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഹിന്ദു സ്ത്രീകൾക്ക് കർവാ ചൗത്ത് എന്ന് പറയുന്ന ആ ഫാസ്റ്റിംഗ് അവരുടെ കെട്ടിടങ്ങൾക്ക് മുകളിലിരുന്ന് ചന്ദ്രനെ നോക്കി പ്രാർത്ഥിക്കാനും ആചരിക്കാനും ആവേശപൂർവ്വം അവസരം നൽകുമ്പോൾ അതേ ചന്ദ്രനെ നോക്കി ഈദ് പ്രാർത്ഥന നിർവഹിക്കാൻ സ്വന്തം വീടിൻ്റെ മുകളിൽ പോലും അനുവാദമില്ലാത്തവണ്ണം മുസ്ലിം സമൂഹത്തെ ആക്രമിക്കുന്നു എന്നതാണ് ഇന്ന് ഈ വന്ദേമാതരം ചർച്ച ചെയ്യുന്ന കാലത്ത് പ്രസക്തം. അതായത് രാജ്യത്തെ വിഭജനത്തിനെതിരെ ചൊല്ലിയ ഗാനം രാജ്യത്തെ വിഭജിക്കുന്ന വേളയിൽ ദേശീയത എന്ന പേരിൽ എടുത്തുപയോഗിക്കുന്നു. നിങ്ങൾ ഈ ദേശീയ ഗാനത്തെയും രാജ്യത്തെ മുറിക്കാനുള്ള ഒരു ബ്ലെയിം സോങ്ങായി, ഒരു കാരണമായ ഗാനമാക്കി മാറ്റുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഗാനം 1905-ൽ ബനാറസ് കോൺഗ്രസ് സെഷനിൽ ടാഗോറിൻ്റെ അമ്മായി സരളാദേവി വീണ്ടും പാടി. അന്നവർ സപ്തകോടി എന്നത് ത്രികോടി 30 കോടി എന്ന തരത്തിലേക്ക് മാറ്റിയാണ് ആലപിച്ചത്. അന്ന് 1911-ലെ സെൻസസ് പ്രകാരം ഇന്ത്യൻ ജനസംഖ്യ 30 കോടിയായിരുന്നു. അങ്ങനെയാണ് ഈ ഗാനത്തിന് ആദ്യമായി ഒരു പാൻ നാഷണൽ അപ്പീൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ രാജ്യമാകെ എന്ന തരത്തിലേക്ക് മാറ്റപ്പെടുന്നത്. ഗാന്ധിജി ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണത്തിൽ 1905 ഡിസംബറിൽ എഴുതി,
ഈ പാട്ട് വളരെ ജനകീയമാണ്. നമ്മൾ നമ്മുടെ അമ്മയെ ആരാധിക്കുന്നത് പോലെ, സ്നേഹിക്കുന്നത് പോലെ, ആദരിക്കുന്നത് പോലെ. അതുകൊണ്ട് തന്നെ ഈ ഗാനം നാം അമ്മയെ സ്നേഹിക്കുന്നതിന് തുല്യമായ മനോഹരമായ പ്രാർത്ഥന അടങ്ങിയതാണ്. ഈ രാജ്യത്തിനു വേണ്ടി പാടുന്ന ഏറ്റവും ഹൃദ്യമായ ദേശീയ ഗാനമെന്ന് 1905 ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പ്രസിദ്ധീകരണത്തിൽ ഗാന്ധിജി എഴുതുകയുണ്ടായി. ടാഗോർ എല്ലാ കാലത്തും വന്ദേ മാതരത്തെ ഉയർത്തിപ്പറഞ്ഞത്, പാടിയത്, എഴുതിയത്, സംഗീതം നൽകിയത് ഒരു ദേശീയോദ്ഗ്രഥനത്തിന്റെ, ദേശീയ ആഹ്വാനത്തിന്റെ ഭാഗമായിട്ടാണ്, അല്ലാതെ വർഗീയമായിട്ടല്ല. തമിഴ് കവി സുബ്രഹ്മണ്യ ഭാരതി 1905 ഇതിനെ തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. പിന്നീടത് ആന്ധ്രയിലും വിജയവാഡയിലും കൃഷ്ണമേഖലയിലും പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിലും എന്ന് വേണ്ട ബംഗാളിൽ മാത്രമല്ല, സംസ്കൃതത്തിൽ മാത്രമല്ല, എല്ലാ മേഖലകളിലേക്കും ഈ ഗാനം വ്യാപിക്കപ്പെട്ടു, തർജ്ജിമ ചെയ്യപ്പെട്ടു, ജനങ്ങൾ ഏറ്റെടുത്തു. പക്ഷേ ഗവൺമെൻറ് ഇന്ന് പറയുന്നത് കേട്ടാൽ അവരാണിതിൻ്റെ സംരക്ഷകർ എന്ന് തോന്നിപ്പോവും. നമ്മളെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറച്ചു മുമ്പ് കേട്ടു, പ്രതിരോധ മന്ത്രിയെ കേട്ടു. അവർ നമ്മളോട് ഈ ഗാനത്തിൻ്റെ സ്പിരിറ്റിനെ കുറിച്ച് പറയുകയാണ്. അതുകൊണ്ട് ഒരു യഥാർത്ഥ ബംഗാളി എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കട്ടെ, 10 കോടി ബംഗാളികളെ ബംഗ്ലാദേശികളെന്നും രോഹിംഗ്യൻ എന്നും അവരെ വീടുകളിൽ നിന്ന് പറിച്ചെറിയപ്പെടുകയും ഗർഭിണികളെപ്പോലും ആട്ടി ഓടിക്കപ്പെടുകയും ചെയ്യുന്ന കാലത്ത് ഞാൻ ഈ ഗാനത്തിൻ്റെ അർത്ഥം 1937 റെസല്യൂഷനോട് എങ്ങനെ ചേർന്ന് നിൽക്കുന്നു ഇന്ന് എന്നുള്ളത് ഒന്ന് വിശദീകരിക്കാം. സുജലാം സുഫലാം മലയജ ശീതള, അർത്ഥം ബ്യൂട്ടിഫുൾ ലാൻഡ് വിത്ത് അബണ്ടൻ വാട്ടർ, മനോഹരമായ സുലഭമായ ജലസാന്നിധ്യമുള്ള മനോഹര നാട്, രാജ്യം. പക്ഷെ ഇന്ന് നമുക്ക് എന്താ ഉള്ളത്? 70% സർഫസ് വാട്ടർ കുടിക്കാൻ കഴിയാത്തതാണ്. ക്വാളിറ്റി ഇൻഡെക്സിൽ 122 രാജ്യങ്ങളിൽ 120ാമതാണ് ഗുണനിലവാരത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ കുടിവെള്ളം. ഡൽഹി, ബംഗളൂരു അടക്കമുള്ള സ്ഥലങ്ങളടക്കം 21 പ്രധാന പട്ടണങ്ങളിലെ ഗ്രൗണ്ട് വാട്ടർ 2030 ആവുമ്പോൾ പൂർണ്ണമായും ഇല്ലാതെയാകും. എന്നിട്ടും ബംഗാളിന് മാത്രം അവകാശപ്പെട്ട 3000 കോടി രൂപ ജലജീവൻ മിഷൻ ഫണ്ട് സർക്കാർ വെട്ടിക്കുറച്ചു, തടഞ്ഞുവെച്ചു. മലയജ ശീതളാം, കൂൾ ഫ്രഷ് എയർ എന്നതൊരു വലിയ തമാശയല്ലേ? ഡൽഹിയിലെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് 800നും 1000നും മധ്യയാണ്. കുട്ടികൾ ശ്വാസം മുട്ടുകയാണ്. തെർമൽ പവർ പ്ലാന്റുകളിൽ 78% തെർമൽ പവർ പ്ലാന്റുകൾക്കും പൊല്യൂഷൻ കൺട്രോൾ, മലിനീകരണ നിയന്ത്രണ സംവിധാനം ഉപയോഗിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തു. പരിസ്ഥിതി മന്ത്രാലയം മലിനീകരണം തടയുന്നതിന് വെറും 1% തുക മാത്രമാണ് വിനിയോഗിക്കുന്നത്. ഫോസിൽ ഫ്യൂവലിൻ്റെ മലിനീകരണം മൂലം 1.7 മില്യൺ ജനങ്ങളാണ് ഒരു വർഷം മരണപ്പെടുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ GDPയുടെ 9.5%. സസ്യശ്യാമള, ഫെർട്ടൈൽ ലാൻഡ് എന്നാണ് അർത്ഥം. അഗ്രികൾച്ചർ, നമ്മുടെ കൃഷിയുടെ ബഡ്ജറ്റ് 21% വെട്ടിക്കുറച്ചു. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയുടെ ചിലവ് 3600 കോടി രൂപ വെട്ടിക്കുറച്ചു. ഇന്ത്യയുടെ ഭൂമിയുടെ 37% ഉപയോഗശൂന്യമായ തരിശ് സ്ഥലമായി കിടക്കുകയാണ്. നമ്മുടെ മണ്ണിൻ്റെ 2/3 ഭാഗത്തും ഒരു കൃഷിക്കും കഴിയാത്തവണ്ണം ശൂന്യമാണ്. ശുഭ്ര ജ്യോത്സ്ന പുളകിത, സ്വീറ്റ് സ്മൈൽ, സ്വീറ്റ് സ്പീച്ച് എന്നാണ് അതിൻ്റെ അർത്ഥം. മനോഹരമായ ചിരി, മനോഹരമായ സംഭാഷണം. പക്ഷേ നോക്കൂ, നിങ്ങൾ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്കും മൈനോറിറ്റികൾക്കുമെതിരെ എത്ര വിദ്വേഷകരമായ പ്രസ്താവനയാണ് ഇറക്കുന്നത്. ഹരിദ്വാറിലെ വംശഹത്യ മുതൽ റാലികളിലെ പരസ്യമായ ഭീകരമായ ആഹ്വാനം വരെ എത്ര മാരകമായിട്ടാണ് നിങ്ങൾ അവരോട് പെരുമാറുന്നത്. അതുപോലെ തന്നെ കുടിയേറ്റക്കാർ, വോട്ട് ബാങ്ക്, ഒത്തിരി കുട്ടികളുള്ളവർ എന്നൊക്കെ പറയുന്നത് പോലെ സൂചനകൾ നൽകി നിങ്ങൾ ഏതെല്ലാം വാക്കുകൾ കൊണ്ടാണ് അവരെ മലിനപ്പെടുത്തുന്നത്, അവരുടെ മേൽ പ്രയോഗിക്കപ്പെടുന്നത്. നിങ്ങൾ ഞങ്ങളുടെ മേൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു. നിങ്ങൾ ബംഗ്ലാ ഭാഷയെ ബംഗ്ലാദേശ് ലാംഗ്വേജ് എന്ന് വിളിക്കുന്നു. ജനങ്ങൾ അവരവരുടെ മാതൃഭാഷ സംസാരിക്കാൻ ഡൽഹിയിലെയും ഗുർഗാവോണിലെയും അടക്കം ജനങ്ങൾ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഇന്നത്തെ BJPയുടെ കാലത്ത് സ്വീറ്റ് സ്പീച്ച് അഥവാ മധുരഭാഷണം ഒട്ടുമില്ല. സുഗതാം വരദാം മാതരം, ഗീവസ് ഹാപ്പിനെസ് എന്നാണ് ആ വരിയുടെ അർത്ഥം. പക്ഷേ നിങ്ങളുടെ പോളിസീസ് മൂലം ഏറ്റവും ഒടുവിലായി BLOമാരായ
എത്ര പേരാണ് സമ്മർദ്ദം മൂലം ആത്മഹത്യ ചെയ്തത്? 147 രാജ്യങ്ങളിൽ 118ാമതാണ് 2025 ലോക സന്തോഷ സൂചികയിൽ ഈ രാജ്യത്തിൻ്റെ സ്ഥിതി. ന്യൂനപക്ഷ സമൂഹങ്ങൾ ഇവിടെ ജീവിക്കുന്നത് ഭയത്തിലാണ്, സന്തോഷത്തിലല്ല. ത്വം വിദ്യ ത്വം ധർമ്മ, യു ആർ നോളജ് യു ആർ ഡ്യൂട്ടി. നിങ്ങൾ അറിവാണ്, നിങ്ങൾ ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ കടമയാണ്. പക്ഷേ ഗവൺമെൻറ് ഇന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവാക്കുന്നത് 3.8% തുക മാത്രമാണ്. 6%-ത്തേക്കാൾ എത്രയോ കുറവാണത്. AICTE നൽകുന്ന ഗ്രാൻഡ് 61% വെട്ടിക്കുറച്ചു. UGC ഫണ്ടുകൾ 47% വെട്ടിക്കുറച്ചു. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ 250 കോടി രൂപയാണ് അതിൻ്റെ കമ്മി. അവിടെ ആകെ നൽകുന്നത് 33 കോടിയാണ്. ത്വം ധർമ്മ, ഡ്യൂട്ടി നോട്ട് റിലീജിയൻ. സർ ഒറോബിന്ദോ ട്രാൻസ്ലേറ്റഡ്. ഒറോബിന്ദോ പറഞ്ഞത് ധർമ്മ എന്ന് പറഞ്ഞാൽ പെരുമാറ്റമാണ്, അത് മതമല്ല. വന്ദേ മാതരം എന്നതിൻ്റെ അർത്ഥം ദേശീയതയാണ്, വർഗീയതയല്ല. ഞാൻ 2002 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ജി പറഞ്ഞ വാക്കുകൾ ഈ സഭയെ ഓർമ്മിക്കുന്നു. ഫോളോ രാജധർമ്മ, രാജധർമ്മത്തെ പിന്തുടരുക. എ റൂളർ മസ്റ്റ് നോട്ട് ഡിസ്ക്രിമിനേറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ബർത്ത്, കാസ്റ്റ് ഓർ കമ്മ്യൂണിറ്റി. ഒരു ഭരണാധികാരിയും ജനനത്തിൻ്റെയോ ജാതിയുടെയോ വർഗത്തിൻ്റെയോ പേരിൽ രാജ്യത്ത് വിഭജനം സൃഷ്ടിക്കരുത്, ഒഴിവാക്കപ്പെടരുത്. പക്ഷേ ഈ സർക്കാർ എന്ത് രാജധർമ്മമാണ് പിന്തുടരുന്നത്? ഹൃദയത്തിൽ കൈവച്ച് പറയൂ, എന്തെങ്കിലും രാജധർമ്മം പിന്തുടരുന്നുണ്ടോ? ഇല്ല, ഇല്ല, ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. നിങ്ങൾ വന്ദേമാതരത്തിന് വർഗീയമായ മതപരമായ വ്യാഖ്യാനങ്ങളാണ് നിങ്ങൾ സ്വീകരിച്ചത്. അതിന് ഒരു ദേശീയ കാഴ്ചപ്പാടോടെയുള്ള വ്യാഖ്യാനമല്ല നൽകിയത്. കാരണം നിങ്ങൾക്ക് വന്ദേമാതരത്തെ രാഷ്ട്രീയ ആയുധമാക്കണം. അതിനാണ് നിങ്ങളത് ചെയ്തത്. നിങ്ങൾ ബങ്കിം ചന്ദ്രയുടെ ആശയത്തിനപ്പുറത്തേക്ക് നിങ്ങൾ വർഗീയമായി അതിനെ കൊണ്ടുപോയി. ഞാൻ നിങ്ങളെ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ജി 2000 പറഞ്ഞ ഒരു സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. അന്നത്തെ ചില മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ എന്തായിരിക്കണം മുഖ്യമന്ത്രിമാരുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി രാജധർമ്മം അനുസരിച്ച് പ്രവർത്തിക്കണം, ആ ധർമ്മത്തിൽ അധിഷ്ഠിതമായി നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ്. വിശ്വാസം ഹൃദയത്തിലാണ് ഉണ്ടാകേണ്ടത്, കൈകളിൽ ഉണ്ടാകേണ്ടത് കരുത്താണ്. എന്നാൽ നിങ്ങൾ വിശ്വാസത്തെ കൈകളിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അതിൻ്റെ കരുത്തുകൊണ്ട്, ഗൺ കൊണ്ട്, ആഭ്യന്തര സംവിധാനങ്ങൾ കൊണ്ട്, ബുൾഡോസറുകൾ കൊണ്ട് ഇടിച്ച് ഈ രാജ്യത്തിൻ്റെ മനോഹരമായ മതേതരത്വ ഭാവങ്ങളെ തകർത്തെറിഞ്ഞു. നിങ്ങളുടെ ഹൃദയം ദുർബലമാണ്. എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ശത്രുക്കൾ ആഞ്ഞാഞ്ഞ് ഹൃദയത്തിലേക്ക് ഇടിച്ച് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ദുർബലഭാവം വെളിവാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മൂന്നാമതൊരു രാജ്യം ഞങ്ങൾ ബ്ലാക്ക്മെയിൽ ചെയ്താണ് വെടിനിർത്തലിലേക്ക് കൊണ്ടുവന്നത് എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും നിങ്ങൾ നിശബ്ദമായിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു താരതമ്യം പോലും ഈ രാജ്യത്തെക്കുറിച്ച് ചെയ്യാനാകാത്ത വിധം ഈ രാജ്യത്തെ ദുർബലമാക്കി. ലോകത്തിലെ ചില ശ്രദ്ധേയമായ നേട്ടങ്ങളുടെ പട്ടികകളിലേക്ക് നിങ്ങൾ ഇന്ന് അവകാശപ്പെടുന്ന ഈ രാജ്യത്തിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ ഒന്ന് താരതമ്യം ചെയ്യാം. ഐക്യരാഷ്ട്രസഭ പറയുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സിൽ 2014 31% ഡിറ്റീരിയോറേറ്റ് ചെയ്യപ്പെട്ടു അഥവാ ദുർബലീകരിക്കപ്പെട്ടു എന്നാണ്. 2014 140 ആയിരുന്ന പ്രസ് ഫ്രീഡം ഇന്ന് 114 എത്തിയിരിക്കുന്നു. ജെൻഡർ ഗ്യാപ്പ് 2004 113 ആയിരുന്നു എങ്കിൽ ഇന്നത് 141. എന്തിന്? പട്ടിണിക്കാരുടെ ഭക്ഷണാവസ്ഥകൾ അടക്കം ജീവിത ഗുണനിലവാരത്തെ നിശ്ചയിക്കുന്ന പട്ടിണി സൂചികയിൽ 71 54 ആയിരുന്ന രാജ്യം ഇന്ന് 123 102 സാർ. ഇതൊക്കെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഈ രാജ്യം താരതമ്യം ചെയ്യുന്നവയാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. ജനഗണമന എഴുതിയത് 1911 അതിൽ 5 സ്റ്റാൻസകളുണ്ട്. ഭാരത ഭാഗ്യവിധാത എന്ന് പറഞ്ഞാൽ വളരെ സമ്പുഷ്ടമായ ഒരു ഭാരതത്തെ കെട്ടിപ്പടുക്കാനുള്ള സ്വപ്നമാണ്. രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ച ആളാണ്. അതേ രാജാറാം മോഹൻ റായിയെ മധ്യപ്രദേശിലെ നിങ്ങളുടെ ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷ് ഭരണകാലത്ത് മതം മാറ്റത്തിനുള്ള ദല്ലാൾ അഥവാ ഏജൻ്റായിരുന്നു രാജാറാം മോഹൻ റായ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഏത് ഉന്നത വിദ്യാഭ്യാസമാണുള്ളതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ജനഗണമനയുടെ 5 സ്റ്റാൻസ് മാത്രമാണ് നമ്മൾ നാഷണൽ ആന്തമായി ആലപിക്കുന്നത്. അതിനുശേഷം പിന്നെയുമുണ്ട് അതിൽ
ഒരുപാട് വരികളും ഒക്കെ. പക്ഷേ ഭാരതവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാൻസുകളാണ് നമ്മൾ ദേശീയഗാനമാക്കിയത്. അതിൻ്റെ ബാക്കി ഭാഗം കൂടി ദേശീയഗാനത്തിൽ ഉൾപ്പെടുത്തണം എന്ന് നിങ്ങൾ ഒരു പ്രമേയത്തിലൂടെയും ആവശ്യപ്പെടുന്നില്ല. എന്നാൽ വന്ദേ മാതരത്തിൻ്റെ മതപരമായ സംഗതി നിങ്ങൾക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഈ ചർച്ചയും ഈ പ്രമേയവുമൊക്കെ കൊണ്ടുവരുന്നത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, താങ്കൾ നടത്തിയത് വലിയ അക്ഷന്തവ്യമായ ഒരു കുറ്റകൃത്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ഭരണപരാജയങ്ങളെ മറച്ചുവെക്കാൻ, മനുഷ്യൻ്റെ മനസ്സിലേക്ക് മതവൈരാഗ്യം കത്തിച്ചുവിടാൻ, ആ മനസ്സുകളെ കൂടുതൽ ശുഭിതമാക്കാൻ ദേശീയ ഗാനങ്ങളെപ്പോലും അതിൻ്റെ വരികളെപ്പോലും നിങ്ങൾ ആശ്രയിക്കുന്നു. ഈ സഭയിലുള്ള BJPയുടെ ഒരു പ്രധാനപ്പെട്ട വക്താവും MP-യുമായ ഒരാൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, നെഹ്റുവാണ് ഇതിന് കാരണം. അങ്ങനെ നെഹ്റുവാണ് കാരണം എന്നുള്ളത് ഞാൻ സച്ചി ഭട്ടാചാര്യ എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ്റെ പുസ്തകത്തിൽ നിന്നാണ് വായിച്ചതെന്ന്. മിസ്റ്റർ ചെയർപേഴ്സൺ, അങ്ങനെ ഒരു ബുക്ക് വന്ദേ മാതരത്തിൻ്റെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് സാഹിത്യ ലോകത്തില്ല എന്നതാണ് സത്യം. അങ്ങനെ ഒരു ബുക്കില്ല. അങ്ങനെ ഒരു ബുക്ക് നിലവിലില്ലാത്ത ബുക്കാണ് അദ്ദേഹം വായിച്ചു എന്ന് അവകാശപ്പെടുന്നത്. അത് അദ്ദേഹത്തിൻ്റെ വെറും സ്വപ്നമോ ഭാവനയോ മാത്രമാണ്. വന്ദേ മാതരത്തിൻ്റെ ചരിത്രം എഴുതിയത് മറ്റൊരു ഭട്ടാചാര്യയാണ്, സച്ചി ഭട്ടാചാര്യ അല്ല. ദേ ഈ കാണുന്ന ബുക്കിലാണ് ആ വ്യാഖ്യാനങ്ങളുള്ളത്. ആ ബുക്കിലെ വ്യാഖ്യാനങ്ങൾ വർഗീയമല്ല. അത് ആ എഴുതിയ പുസ്തകത്തിൻ്റെ ചരിത്രവും അതിൻ്റെ ലക്ഷ്യവും ഒക്കെയാണ് പറയുന്നത്. അതിൽ പറയുന്നുണ്ട്, ഈ സ്റ്റാൻസകൾ എടുത്തതിന് ഉത്തരവാദി നെഹ്റുവോ ചന്ദ്രബോസോ അല്ല, അത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ സെലക്ഷനായിരുന്നു. ചന്ദ്രബോസും നെഹ്റുവും കൽക്കട്ട കോൺഗ്രസ് കമ്മിറ്റി 1930 നടന്നപ്പോൾ ടാഗോറിന് ഈ ഗീതത്തിൻ്റെ താല്പര്യത്തെക്കുറിച്ച് ചോദിച്ചു. ടാഗോറാണ് അതിന് മറുപടി പറഞ്ഞത്. വന്ദേ മാതരം എന്നത് ഗോഡസ് ദുർഗയെ വന്ദിക്കുന്ന ഒരു ഗീതമാണ്. അത് ആനന്ദ് മഠ് എന്ന് പറയുന്ന പുസ്തകത്തിന് ഇണങ്ങുന്ന കവിതയാണ്. പക്ഷേ പാർലമെൻ്റ് എന്നത് എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഒരിടമായതുകൊണ്ട് അതിൻ്റെ മുഴുവൻ വായിക്കേണ്ടതില്ല. അതിൻ്റെ ഏറ്റവും അപ്രോപ്രിയേറ്റ് സ്റ്റാൻസുകൾ മാത്രം എടുക്കാവുന്നതാണെന്ന് നിർദ്ദേശിച്ചത് രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. ടാഗോർ നിർദ്ദേശിച്ചതനുസരിച്ച് ഒക്ടോബർ 26 1937 കൂടിയ 3 ദിവസത്തെ സെഷനിലും ഗുരുദേവിന് ടാഗോറിന് എഴുതിയതിൻ്റെ പശ്ചാത്തലം നെഹ്റു വിശദീകരിക്കുകയും അങ്ങനെ ഗുരുദേവിൻ്റെ താല്പര്യപ്രകാരം നെഹ്റുവിൻ്റെയും ബോസിൻ്റെയും ഒക്കെ പ്രത്യേകമായ ഇഷ്ടത്തോടെയാണ് ഈ ഫസ്റ്റ് 2 സ്റ്റാൻസകൾ ഇതിനായിട്ടെടുത്തത്. അത് ദേശീയ താല്പര്യം മുൻനിർത്തിയാണ്. അതിൻ്റെ പിന്നിലുള്ളത് രവീന്ദ്രനാഥ ടാഗോറാണ്. ആ ടാഗോറിൻ്റെ നിലപാടുകളെയാണ് നിങ്ങൾ വെല്ലുവിളിക്കുന്നത്. ഇപ്പോൾ ആ വെല്ലുവിളിയും കൊണ്ട് നിങ്ങൾ 2026 ബംഗാൾ ഇലക്ഷന് അങ്ങ് വന്നേക്കൂ. ബംഗാളിലെ ജനങ്ങൾ പഠിപ്പിക്കും ദേശീയതയുടെ താല്പര്യം എന്താണെന്ന്, ദേശീയത എവിടെയാണ് നിലകൊള്ളുന്നതെന്ന്, ടാഗോർ അവർക്കാരായിരുന്നുവെന്ന്, വന്ദേ മാതരം എന്തായിരുന്നുവെന്ന്. അതാണ് വന്ദേ മാതരത്തിൻ്റെ അർത്ഥം.